മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. വോട്ടേഴ്സിനോട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാണ് ലീഗ് നേതാവ് പി അബ്ദുൽ ഹമീദ് 24-നോട് പറഞ്ഞത്. 4 ആൾ കൂടുന്നിടത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, എല്ലാവരുടെ ചോദ്യം ഇതാണ്. എല്ലാവരും അസംതൃപ്തരാണ്. ചോദ്യം എന്നുള്ളതിൽ അവരുടെ അസംതൃപ്തി അവരുടെ വാക്കിൽ നിന്ന് പ്രകടമാണ്. അവരെ മുഖത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതിനാണോ നിങ്ങൾ UDF വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും, ചായപ്പിടിയിൽ പോയാലും അവിടെ സംസാരം അതാണ്. നേരെ മറിച്ച് നാട്ടിൻപുറങ്ങളിൽ ചെന്നാൽ ഇതാണ് സംസ്കാരം. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് സംസ്കാരം. ഇതാണ് സംസാര വിഷയം. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, ഒടുവിൽ ഈ അതൃപ്തി പരസ്യമായി തന്നെ പുറത്തേക്ക് വരികയാണ്. നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുകയാണ്. മുസ്ലിം ലീഗ് എന്താണ് പറയുന്നത്? ഇതിന് മലപ്പുറത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അവരുടെ സംസ്ഥാന ചുമതല വഹിക്കുന്നതിന് തുല്യമായിട്ടുള്ള പദവിയാണ്. അദ്ദേഹമാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ അനന്തമായി വൈകുന്നതുകൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ട് തങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അദ്ദേഹം നാടൻ ഭാഷയിൽ പറയുന്നത് 4 ആൾ കൂടുന്നിടത്ത് പോകാൻ തന്നെ മടിയായി തുടങ്ങിയിരിക്കുന്നു. കാരണം അവിടെ പോകുമ്പോഴൊക്കെ ആളുകൾ ആദ്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി എന്തായി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രി ചർച്ച എവിടെ വരെ എത്തി എന്നുള്ളതിനെ കുറിച്ചാണ്. മലപ്പുറം ജില്ല നമുക്കറിയാം 16 സീറ്റുകളും മുസ്ലിം ലീഗ് UDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. ഈ 16 സീറ്റുകളും ജനങ്ങൾ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ തിരിച്ചവർ മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതുവരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ ആരും തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതിനർത്ഥം അവർക്ക് ഇക്കാര്യത്തിൽ അതൃപ്തി ഇല്ല എന്നുള്ളതല്ല. മുതിർന്ന നേതാക്കളായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ കടുത്ത വിമർശനമുണ്ട്. അതൊരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് അത് തങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് അവർക്കൊരു പ്രയാസം ഉണ്ടാകേണ്ട എന്ന് കരുതി മാത്രമാണ് ഇവരെല്ലാവരും തന്നെ തങ്ങളുടെ പ്രതിഷേധം മനസ്സിൽ അടക്കി പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഹമീദ് മാഷ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിജയിച്ചു കയറിയ MLA-മാർക്ക് അവരുടെ മണ്ഡലത്തിലെ ആളുകളോട് നന്ദി പറയാൻ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷെ അതിന് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അണികളോട് പറയുമ്പോൾ ഇനി മുഖ്യമന്ത്രി ഒക്കെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ. അവർക്കൊട്ടും തന്നെ അതിനോട് താല്പര്യമില്ലാതായി മാറിയിരിക്കുന്നു. ഈ വലിയ വിജയത്തിന്റെ ശോഭ കെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിങ്ങനെ അനന്തമായി വൈകുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഓർക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഹമീദ് മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ഇനിയും ഈ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തതക്കുറവ് വരികയാണെങ്കിൽ, ആ ചർച്ചകൾ ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ അണികൾ കൂടുതൽ അതൃപ്തരാകും എന്നുകൂടി അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ അണികൾക്ക് തോന്നുന്നത് ഇത്ര വലിയ വിജയം UDF ലഭിക്കേണ്ടിയിരുന്നില്ല എന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള വിമർശനമാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.